നമസ്കാരം. മിക്കവാറും നമ്മുടെ എല്ലാം വീടുകളിൽ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. ജലദോഷം, ചുമ, ചെറിയ പനി എന്നിവയൊക്കെ വരുമ്പോൾ മുതിർന്നവർ മുതൽ കുട്ടികൾക്ക് വരെ ആശ്വാസം നൽകാൻ പണ്ട് മുതൽക്കേ നമ്മൾ പനിക്കൂർക്കയെ ആശ്രയിക്കാറുണ്ട്. ആയുർവേദത്തിലും നാട്ടുചികിത്സയിലും ഒരുപോലെ പ്രാധാന്യമുള്ള ഈ സസ്യം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ, ഏറ്റവും പ്രധാനമായി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. പനിക്കൂർക്കയ്ക്ക് കർപ്പൂരവള്ളി, നവര എന്നിങ്ങനെ പല പേരുണ്ട്. ഇതിന്റെ ഇലകൾക്ക് കട്ടിയുണ്ടാകും, ചെറിയ രോമങ്ങൾ പോലെ കാണാം. ഒപ്പം ഒരു പ്രത്യേക സുഗന്ധവുമുണ്ട്. ഈ സുഗന്ധം തന്നെയാണ് ഇതിന്റെ ഔഷധ ഗുണങ്ങൾക്ക് ഒരു കാരണം. വിറ്റാമിൻ സി, എ, കാൽസ്യം, ഇരുമ്പ് എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ജലദോഷം, ചുമ, പനി ഇത് തന്നെയാണ് പനിക്കൂർക്കയുടെ ഏറ്റവും പ്രധാന ഉപയോഗം. ഇതിന് കഫം ഇളക്കി കളയാനും തൊണ്ടയിലെ അസ്വസ്ഥത കുറയ്ക്കാനും ശ്വാസമുട്ട് ഒഴിവാക്കാനും കഴിവുണ്ട്. ദഹന പ്രശ്നങ്ങൾ, ചില ദഹനക്കേടുകൾ, വയറുവേദന, ഗ്യാസ് എന്നിവയ്ക്ക് ആശ്വാസം നൽകാൻ ഇത് സഹായിക്കും. വിരശല്യം, ചില പരമ്പരാഗത ചികിത്സകളിൽ വിരകളെ നശിപ്പിക്കാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ചർമ്മ പ്രശ്നങ്ങൾ, ചെറിയ മുറിവുകൾ, പൊള്ളലുകൾ, പ്രാണികളുടെ കടി എന്നിവയ്ക്ക് പുറമേ പുരട്ടാനായി ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിന് ആന്റിസെപ്റ്റിക് ഗുണങ്ങളുണ്ട്. നല്ല പഴുത്തതും പുതുമയുള്ളതുമായ 2-3 പനിക്കൂർക്ക ഇലകൾ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കുക. കൈവെള്ളയിൽ വെച്ച് ചെറുതായി തിരുമ്മി അല്ലെങ്കിൽ ഒരു ചെറിയ അമ്മിക്കല്ലിലിട്ട് ചതച്ച് നീരെടുക്കുക. ചെറിയ കുട്ടികൾക്ക് 3-4 തുള്ളി നീരും മുതിർന്നവർക്ക് 5-6 തുള്ളി നീരും അല്പം തേനോ അല്ലെങ്കിൽ കൽക്കണ്ടമോ ചേർത്ത് കൊടുക്കാം. ഇത് കഫക്കെട്ട് മാറാൻ സഹായിക്കും. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നന്നായി തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് പനിക്കൂർക്ക ഇലകളിട്ട് 2-3 മിനിറ്റ് അടച്ചു വെക്കുക. ശേഷം ഈ വെള്ളത്തിന്റെ ആവി മുഖത്തേക്ക് പിടിക്കുക. ജലദോഷത്തിന് ഇത് നല്ല ആശ്വാസം നൽകും. കുറച്ച് പനിക്കൂർക്കയുടെ ഇലകൾ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. വെള്ളം പകുതിയായി വറ്റിയ ശേഷം ഇത് ഊറ്റിയെടുത്ത് ചെറു ചൂടോടെ കുടിക്കുക. ഇത് പനിക്കും ചുമയ്ക്കും നല്ലതാണ്. ചെറിയ മുറിവുകളിലോ പ്രാണികളുടെ കടികൊണ്ടുള്ള തടുപ്പുകളിലോ പനിക്കൂർക്കയില ചതച്ച് നീര് നേരിട്ട് പുരട്ടാം. ഇത് അമിതമായി ഉപയോഗിക്കരുത്, പ്രത്യേകിച്ച് അകത്ത് കഴിക്കുമ്പോൾ. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും 1 വയസ്സ് താഴെയുള്ള കുട്ടികളും പനിക്കൂർക്ക ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചിലർക്ക് പനിക്കൂർക്ക അലർജി ഉണ്ടാക്കാം. ആദ്യമായി ഉപയോഗിക്കുമ്പോൾ കൈത്തണ്ടയിലോ ചെറിയ ഭാഗത്തോ പുരട്ടി അലർജി ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എപ്പോഴും പുതിയതും വൃത്തിയുള്ളതുമായ ഇലകൾ മാത്രം ഉപയോഗിക്കുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.